ദേശീയ ജലപാതയുടെ ഭാഗമായ കൊല്ലം തോടിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഇരവിപുരത്ത് നാട്ടുകാർ തടഞ്ഞു. തോടിന്റെ ഇരുവശത്തെയും വീടുകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. ആഴം കൂട്ടുന്നതിന്റെ മറവിൽ അനധികൃത മണൽക്കടത്ത് നടത്തുന്നു എന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. കൊല്ലം കോട്ടപ്പുറം ജലപാതയുടെ ഭാഗമായ കൊല്ലംകോടിന്റെ നവീകരണ പ്രവർത്തനങ്ങളാണ് ഇരവിപുരത്ത് നാട്ടുകാർ തടഞ്ഞത്. തോടിന്റെ സമീപത്തായി 300-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമായിട്ടും അശാസ്ത്രീയമായ രീതിയിലാണ് തോടിന്റെ ആഴം കൂട്ടുന്നതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഇതേ തുടർന്ന് തോടിന്റെ കരയിലുള്ള സുനാമി ഫ്ളാറ്റുകൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ അപകടാവസ്ഥയിലായി. കൂടാതെ പ്രദേശത്തെ കിണറുകളെല്ലാം വറ്റിക്കഴിഞ്ഞെന്നും കുടിവെള്ളക്ഷാമം രൂക്ഷമാണെന്നും നാട്ടുകാർ പറയുന്നു. ഈ ഭൂമിയുടെ അളവ് നോക്കിയിട്ട് ഇതിന്റെ സ്പന്ദനം അറിഞ്ഞുകൊണ്ടായിരിക്കണം ഈ മണ്ണ് ഇവിടുന്ന് എടുക്കേണ്ടത്. അതുകൊണ്ട് പ്രദേശവാസികളുടെ നിൽക്കുന്നവരെല്ലാം എന്ന് പറഞ്ഞാൽ ഇതിനായിട്ട് പ്രതിഷേധമുള്ളവരാണ്. അപ്പോൾ മണ്ണ് വീണ്ടും തോണ്ടി എടുക്കുന്ന വഴിക്ക് മുകളിൽ നിൽക്കുന്ന 2 സ്ഥലത്തെയും കിണറുകൾ പോലും വറ്റിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുടിവെള്ളമില്ല. നേരത്തെ 6 തൊടിയോളം വെള്ളമുണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 2 തൊടിയോളം വെള്ളം കിട്ടാനില്ല. ഡ്രഡ്ജിങ്ങിന്റെ മറവിൽ രാത്രികാലങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ വ്യാപകമായി മണൽക്കടത്ത് നടത്തുന്നുണ്ടെന്നും ആരോപണമുണ്ട്. സർക്കാർ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. റിപ്പോർട്ടർ, കൊല്ലം.